ആദ്യം തന്നെ സാധാരണ മറ്റ് സിനിമകളിലല്ല, ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്ത സിനിമകളിലൊക്കെ സ്റ്റേജിൽ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഇന്നൊരു ദിവസം എനിക്ക് തോന്നുന്നു അത്രയൊന്നും സംസാരിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടുന്നില്ല. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ എൻ്റെ മുന്നിൽ, അത് ഞാൻ വിളിച്ചവരിൽ എല്ലാവരും എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവിടുത്തെ കസേരകൾ വളരെ തികഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വലിയൊരു പ്രസംഗത്തിന് നിൽക്കുന്നില്ല. കാരണം ഞാൻ അറിഞ്ഞു 1 മണി കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ പ്രൊഡ്യൂസറിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ വന്ന എല്ലാവർക്കും ആദ്യം ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. ഒപ്പം എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത്, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും അത് സിനിമയാണെന്ന് പറയും. കാരണം അത്രയും ആഗ്രഹിച്ച്, അത്രയും വേണം, ഇതെനിക്ക് കിട്ടിയേ പറ്റുമെന്ന് ആഗ്രഹിച്ച് വന്നെത്തിയതാണ് ഈ ഒരു മേഖലയിൽ. അതിനുശേഷം ഒരുപാട് വർഷം അതിനുവേണ്ടി ശ്രമിച്ചു. പിന്നീട് സിനിമകൾ സംഭവിക്കുന്നു. അങ്ങനെ സിനിമകൾ സംഭവിച്ചപ്പോൾ സിനിമകളിലൂടെ എനിക്ക് കിട്ടിയ ധൈര്യം, കുറെ അധികം സുഹൃത്തുക്കൾ, എൻ്റെ ഒരു കുടുംബം പോലെയുള്ള, ഞാൻ വിളിച്ചാൽ നീ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന കുറെ അധികം ആളുകൾ. അപ്പം എല്ലാവരും വന്നൊരു ധൈര്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണം എന്നുള്ളത്. അന്ന് എനിക്ക് തോന്നുന്നു പണ്ട് ചെന്നൈയിൽ ഒരുമിച്ച് നടന്നപ്പോൾ വിഷ്ണു ശശിനെ ഞാനൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഭാവിയിൽ നമ്മുടെ ഒരു പ്രൊഡ്യൂസറായിട്ടൊക്കെ വരുമെന്ന്. ഇന്ന് വലിയ സന്തോഷം, ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാൻ പറ്റുന്നു. അതിന്റെ ഭാഗമായ ഒരു സിനിമ അതും ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കുറെ സിനിമകൾ തരാമെന്ന് ഇവിടെ പല ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ബാധയ്ക്കൊക്കെ എനിക്ക് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ എന്തായാലും എനിക്ക് ഏറ്റവും സന്തോഷം എൻ്റെ അമ്മയും അച്ഛനോട് ഇരിപ്പുണ്ട്. കാരണം പണ്ട് പത്തനംതിട്ടയിൽ നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറുമ്പോൾ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ എത്തിയത്. പക്ഷെ ഇന്ന് ഇതുപോലൊരു വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ അവർ രണ്ടുപേരോടെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയൊക്കെ പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ഞാനൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞ ടെക്സസ് ഫിലിം ഫാക്ടറിയുടെ അംജിത്തൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ധൈര്യമായിട്ട് പ്ലാൻ ചെയ്യും, ഞാനോട് കൂടെയെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ധൈര്യം തന്ന എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട കുറെ അധികം ആളുകൾ. അപ്പൊ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ വിളക്കെത്തിരിക്കണം ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ അനുവാദത്തോടെ അത് ചെയ്യുന്നുണ്ട്. വിളക്ക് തെളിയിക്കുന്നതിന് മുൻപായിട്ട് നന്ദർഷിക, താങ്ക് യു വെരി മച്ച്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ് എന്നിവിടെ യാഥാർത്ഥ്യമാവുന്നത്. അപ്പം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം കൂടി, നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരും എന്നതിനൊരു തെളിവ് കൂടെയാണ് അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി സമ്മാനിക്കാൻ അതിലേക്ക് കൂടി എല്ലാവരുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും വരികയാണ്. അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുടെ അമ്മമാരാണ് നമ്മുടെ വേദിയിൽ വിളക്ക് തെളിയിക്കുന്നത്. നമുക്കറിയാം, ഒരു കുടുംബത്തിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് തീർച്ചയായും അമ്മ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആഘോഷത്തിൻ്റെ വിളക്ക് തെളിയിക്കുന്നത് അമ്മമാർ തന്നെയാണ്. ഒത്തിരി സ്നേഹത്തോട് കൂടി തന്നെ ഈ വേദിയിലേക്ക് ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങിന് വേണ്ടി എല്ലാവിധ ബഹുമാനത്തോടും അതിനേക്കാൾ ഉപരി ഒരുപാട് സന്തോഷത്തോടും കൂടി തന്നെ ഞാൻ ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ പറഞ്ഞാൽ തീരുമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നല്ലൊരു കൈയടിയോട് കൂടെ തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാളത്തിലെ അഭിമാനമായ ഉർവശി ചേച്ചി, നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. ചേച്ചിയുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഭദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെ ബഹുമാനത്തോടും കൂടി തന്നെ ക്ഷണിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടെ കൂടി തന്നെ വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ കൂടി തന്നെ സ്വാഗതം ചെയ്യാണ്. എനിക്കറിയാം ഈ ഉർവശി ചേച്ചിനെ ആദ്യം സ്റ്റേജിലേക്ക് വിളിച്ചതിന്റെ വലിയ കാരണം പറയാം. ഞാനിതൊരു പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ ഇവിടെ ഞാൻ സംസാരിക്കണമെങ്കിൽ അതിന് ധൈര്യം തന്ന ഒരാളാണ് ഉർവശി ചേച്ചി. അപ്പം ചേച്ചീനെ ഈ വേദിയിലേക്ക് വേണം അത്ര സംസാരിക്കാം. നമസ്കാരം. സത്യമായ പ്രൊഡക്ഷൻ തുടങ്ങാൻ ഞാൻ ആരെയും ഉപദേശിക്കുന്നില്ല. മുമ്പ് കുറച്ചും പേരെ ചെയ്തായിരുന്നു, പക്ഷെ പക്ഷെ അഭിലാഷ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത് നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. കാരണം മറ്റ് പ്രൊഡക്ഷനിൽ അഭിലാഷ് വർക്ക് ചെയ്യുന്ന പടമായിക്കോട്ടെ, വർക്ക് ചെയ്യാത്ത പടമായിക്കോട്ടെ, അതിൻ്റെയൊക്കെ സാങ്കേതിക കാര്യങ്ങളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കൂടപ്പറമ്പിനെ പോലെ സജീവമായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ് അഭിലാഷ്. ഒരല്പം ആത്മാർത്ഥത ഉണ്ടോയെന്ന് നമ്മളൊന്ന് അഭിനയിച്ചാൽ മതി, കൂടൊന്നുള്ളൂ. അപ്പോൾ എനിക്ക് പക്ഷെ വളരെ പെട്ടെന്ന്, ഞാൻ അഭിലാഷിന് ഒരു സിനിമയും വർക്ക് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു
ഞങ്ങൾ തമ്മിൽ പെരുമാറുന്ന കണ്ടാത്തൊന്നും ഒരുപാട് വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ അഭിലാഷിന്റെ ചെറുപ്പം മുതലേ എനിക്ക് അഭിലാഷിനെ അറിയാമെന്ന് തോന്നുന്നു. ചില ആൾക്കാർ അങ്ങനെയാണ്, വളരെ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും. പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അവരെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ സ്നേഹത്തിന്റെ അതിരുകൾക്ക് അപ്പുറത്തോട്ട് അവരെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാവും. അങ്ങനെ ഒരു സഹോദരനാണ് എനിക്ക് അഭിലാഷ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ അഭിലാഷ് ഇപ്പം ഞാനൊരു കുറച്ച് ദിവസം ആയേ ഉള്ളൂ ഞാൻ അറിഞ്ഞിട്ട് അഭിലാഷ് പ്രൊഡക്ഷൻ ഉണ്ടെന്നാണ്. അതിന് മുൻപ് ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു സിനിമ പ്ലാൻ ചെയ്ത്. ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരിമേരി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പം ഞാനും എൻ്റെ മകളും പങ്കെടുക്കുന്ന സിനിമയുടെ സംവിധായിക ആരതി. ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഡയറക്ടേഴ്സിൻ്റെ പടം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാക്കിയാണ്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു 7ാമത്തെ 8ാമത്തെ ഒരു സിനിമ 10 സിനിമയ്ക്കകത്ത് വെച്ചാണ് ആദ്യത്തെ ഫീമെയിൽ ഡയറക്ടർ നടി ശ്രീപ്രിയ. തമിഴിലെ വലിയ നടിയായിരുന്നു അവര്. പിന്നെ ശ്രീദേവി, ശ്രീപ്രിയ, രാധിക, അംബിക, സീമ, സരിത എന്നൊരു വലിയൊരു ടീമുണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രീപ്രിയയ്ക്ക് സംവിധാനം ചെയ്യാനും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനും ഒരാഗ്രഹം വന്നിട്ട് ആദ്യം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡ് ഫിലിം ഡയറക്ട് ചെയ്തപ്പോൾ ഞാനായിരുന്നു അതിൽ ഹീറോ ആയിട്ട് നടൻ മോഹൻ. അതൊന്നും എനിക്കിതിപ്പം ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയുന്നത് അത്ഭുതമാണെന്നൊന്നും അറിയത്തില്ല, ഞാൻ അഭിനയിച്ചു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അഞ്ജലി മേനോൻ ആയിക്കോട്ടെ, തെലുങ്കിൽ നന്ദിനി റെഡ്ഡി ആയിക്കോട്ടെ, സുധാ കുമാരത്തിൻ്റെ സ്റ്റാർട്ടിങ് സമയം മുതൽ സുധയുടെ ഫസ്റ്റ് ഫിലിമും എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. കാരണം മോള് തീരെ കുഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ ആ നായികയ്ക്ക് ഡബ് ചെയ്തു. അങ്ങനെ ഒരു സിനിമ ദ്രോഹി എന്ന് പറഞ്ഞൊരു സിനിമ. അത് കഴിഞ്ഞ് സുഖമായിപ്പോത്ത് ചെയ്തു. കന്നഡത്തിലും 2 ഫിലിം ഫീമെയിൽ ഡയറക്ടേഴ്സിന് ചെയ്തു. പിന്നെ ഇപ്പം റിലീസ് ആവാൻ പോകുന്ന ചില സിനിമകളുണ്ട്, അത് അങ്ങനെ 1-2 ഫീമെയിൽ ഡയറക്ടേഴ്സ് എങ്ങനെയോ വന്ന് ഭവിക്കാൻ നമ്മുടെ ബോധപൂർവ്വം അല്ലെങ്കിൽ പോലും അങ്ങനെ വരികയാണ്. ഇപ്പോൾ ഒരു സിനിമ അരുണാചൽ പ്രദേശിൽ ഒരു സ്റ്റോറിയാന്ന് പറഞ്ഞു, ആരണ സാധ്യ എന്ന് പറഞ്ഞു. ജീവിതത്തിൽ അവരുടെ പേര് ആദ്യം കേൾക്കുക. ആ കുട്ടിയുടെ പേര് ആരണ സാധ്യ. അവളും അവളുടെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നൊരു ഒരു സബ്ജക്റ്റ് പറഞ്ഞു. അരുണാചൽ പ്രദേശ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. നമ്മുടെ ഇട്ടാവട്ടത്തിൽ സിനിമ വലിയ ഇഷ്ടമല്ല. ഞാൻ വല്ല മലയിടിച്ചിലോ അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങളോ വീഡിയോ ഒന്നും നടക്കത്തില്ല. ഞങ്ങളത് ലൊക്കേഷൻ മാറ്റുകയാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാമെന്ന്. എന്തായാലും ആരതി ഈ കഥ പറഞ്ഞപ്പോൾ അഭിലാഷിൻ്റെ സ്ക്രിപ്റ്റാണ്. പിന്നെ ലിബി നമ്മുടെ ടി വി തന്നെയുള്ള പയ്യൻ എഴുതുന്നുണ്ട്. അപ്പോൾ ആരതിയുടെ മനസ്സിൽ ഒരു നല്ല സിനിമയുണ്ട് എന്ന് എനിക്ക് വിശ്വാസം വന്നു. വളരെ സൈലൻ്റായിട്ട് അധികം ഒന്നും സംസാരിക്കാത്ത ആളാണ് ആരതി. അത് കഴിഞ്ഞ് തമിഴായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ തമിഴ്നാട് സിനിമ കുറേ കഴിയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സിന് അതിനിപ്പോൾ അതൊരു തട്ടിക്കൂട്ട് സിനിമ ആക്കിയാൽ മാത്രം മതി എന്നല്ലാതെ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതയെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. പിന്നെ മലയാളം സിനിമയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അതിൽ മുകേഷ് ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ അല്ലെങ്കിൽ സിദ്ദിഖ് അങ്ങനെ ഇങ്ങനെ കുറേ പേര് പ്ലാൻ ചെയ്തു. അവർക്ക് പകരം അവരെക്കാൾ ഭംഗിയായിട്ട് അഭിനയിക്കാൻ എല്ലാ ഭാഷകളിലും ആൾക്കാരുണ്ടാവും. പക്ഷെ അവരോടുള്ള നമ്മുടെ ഒരു ആത്മബന്ധം സ്നേഹമൊക്കെ ഉണ്ട്. മുകേഷിന്റെ കോമഡി എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. മുകേഷിന് ചെയ്യുന്ന ആളോട് വേറെ ആളുകളിരിക്കും എന്ന് വന്ന് സ്റ്റക്കാവുകയാണ്. അങ്ങനെ സംസാരിച്ച് വീണ്ടും മുകേഷിന്റെ കഥയാണ് വലിയൊരു കാരണം കേട്ടോ. ഇത് മലയാളമായത് പറയാൻ അങ്ങനെയാണ് വീണ്ടും മലയാളം തന്നെ ചെയ്യാൻ വെച്ചു. മലയാളം ബൈലിംഗലായിട്ട് മലയാളം തമിഴിലൂടെ നമുക്ക് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് മോളതിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഇത്തരം ആർഭാടങ്ങളും ആഘോഷങ്ങളൊന്നും ബേസിക്കായിട്ട് ഇഷ്ടമുള്ള ഒരാളേ അല്ല കേട്ടോ. എനിക്കിഷ്ടമുള്ള കുറച്ച് പേരുമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കാനല്ലാതെ ഇത്തരം ബഹളങ്ങളിൽ ഞാൻ ഒഴിവാകും. പക്ഷെ ഇന്ന് ഇതൊക്കെ മസ്റ്റായിരിക്കുന്നു, നിവർത്തിയില്ല. എല്ലാവരും അറിയണമല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിന്നത്തെ ദേശത്തെ നമ്മുടെ വായുവല്ല അർത്ഥങ്ങളും വല്ല വീഴുമോ എന്ത് വെച്ചാണ് ട്രോളാൻ പോകുന്നത്, എന്താണ് തെണ്ട്, എന്താണ് ഒരു പിടിയും കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഞാൻ പിന്നെ എന്നെ ഈ ചിന്തയില്ലാത്ത രീതിയിൽ ഇറങ്ങി പ്രവർത്തിക്കില്ല. എന്തായാലും ഇത് മോളെ ഇടണം എന്ന് വിചാരിച്ച് പലപ്പോഴല്ലോ നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് എല്ലാം. അപ്പം അതിൽ ഒരു റോള് കുഞ്ഞാറ്റ ചെയ്തു ചേച്ചെന്നുള്ള അഭിലാഷ് ചോദിച്ചു. അത് നന്നായിരിക്കും ചേച്ചി കുഞ്ഞാറ്റയ്ക്ക് അത് ഒരു കുഴപ്പമൊന്നുമില്ല. അവർ ഇൻഡിവിജ്വലായിട്ടൊരു നായികയായിട്ട് ഒരു സിനിമയിൽ അങ്ങനെ അഭിനയിക്കുമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും സിനിമയിലുള്ളവരാണ്. അതിന് മുൻപ് നാടകം, നൃത്തം. അപ്പോൾ കലാരംഗത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതിനകത്ത് എൻ്റെ മോള് മാത്രം ഒരു സ്റ്റാർട്ടറിലോട്ട് തന്നെ അങ്ങനെ വന്നിട്ട് അങ്ങനെയുള്ള സിനിമകൾ മാത്രം ഒന്നുമില്ല. നല്ല പെർഫോമൻസിന് സാധ്യതയുള്ള സിനിമകളോട്
ആഗ്രഹമുണ്ട്. പക്ഷെ അത് നമ്മൾ മാത്രം അഭിനയിക്കുന്ന സിനിമ ആവണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ വളരെ കുറച്ച് സീൻസ് ചെയ്ത സിനിമകൾക്കും അങ്ങനെ ആകാം. അങ്ങനെയാണ് മോൾ ഇതിലോട്ട് വരുന്നത്. നല്ല സന്തോഷം. അപ്പോൾ എന്തായാലും ഇത് തുടങ്ങുന്നത് എന്തായാലും ഈ കുറച്ച് മാസങ്ങളിലൂടെ വരുന്നു. കാരണം ഒരു 1 day മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ എല്ലാ ആർട്ടിസ്റ്റിനെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് അഭിലാഷ് ഇത് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ ഈ ക്യാരക്ടർ ഇന്ന ഉപേക്ഷയൊക്കെ ചെയ്ത പോലെ റോള്, സിദ്ധിക്ക് ചെയ്ത പോലെ റോള്, ഇവർ ചെയ്ത പോലെ അവർ ചെയ്ത പോലെ പറഞ്ഞു ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് അത് ഓരോരുത്തരുടെ ലെവലിലേക്ക് എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഉള്ള മൂവി ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാവരുടെയും പ്രോത്സാഹനം വേണം. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി. മോനെ വന്നോ? മോനെ മോനോടത്തിൽ പൂജ മാറ്റി. മോനെ അറിയത്തില്ല അരവിന്ദ നമ്മുടെ ഏതൊക്കെ മോനെ ഞാനെന്നെ കാര്യം ചെയ്ത് എൻ്റെ കൈ കാണിച്ചില്ല. എനിക്കിപ്പോഴും ശ്രദ്ധിച്ചു പോകുന്നു. മോനോടത്തിന്റെ പൂജ ഉണ്ടോ കേട്ടോ. അത് ഇതുകൂടെ ഒരുമിച്ച് ഇന്നലെ ഇന്നോട്ട് വെക്കാനിരുന്ന പെട്ടെന്ന് അത് മാറ്റി ഒരാഴ്ചത്തേക്ക് അങ്ങോട്ട് മാറ്റി. അല്ല ഞാനിങ്ങനെ നോക്കി കറക്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മോൻ എൻ്റെ ഇടയ്ക്കൂടെ കണ്ടു. അങ്ങനെ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കാണ്ട് കുറേ പേരുണ്ട്. ഞാൻ പക്ഷേ അജയൻ, എൻ്റെ അനിയൻ അജയൻ, ബിബി, അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. മേജറിനെ കുറിച്ച് 2 വാക്ക് ഇപ്പോൾ പറയാൻ നോക്കി. കുറ്റമല്ല കേട്ടോ. ഭയങ്കര എന്തൊരു കുറ്റം പറയാൻ അതല്ല. നല്ല കാര്യം എന്താ അറിയോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക എവിടെയോ ഇങ്ങനെ ഹൃദയത്തിലൊരു സെന്റിമെന്റ്സും അങ്ങനെ ചിലരെ കുറിച്ച് നമുക്ക് തോന്നുമല്ലോ. മേജറിന്റെ അനിയൻ കാണാനാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മോളെ പ്രസവിച്ചപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചമാര് അവരൊരെന്തിനും എൻ്റെ അപ്പച്ചയ്ക്ക് എൻ്റെ മോളെ വളർത്തിയതൊക്കെ. പക്ഷെ അതിന് മുമ്പ് തന്നെ മോള് വയറ്റിലൊരു 6 മാസം ആയപ്പോൾ തന്നെ ഞാൻ ഷൊർണൂരിൽ ഒരു ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കണ്ണൻ അതിനകത്ത് വർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ അന്ന് ഇല്ല, ഞാൻ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ എനിക്ക് ആഹാരം തരുന്നു, ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ 3 മാസം ലഭിക്കുന്നതിന് വരെയുള്ള എല്ലാ ചികിത്സാ രീതികളും അതിനൊരു ആയുർവേദ ഡോക്ടറെ ഏർപ്പാട് ചെയ്തു. എനിക്ക് എൻ്റെ കൂടെ തന്നെ ഒരു സ്ത്രീയെ അയച്ചു. അവരാണ് എനിക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കഷായം ഒക്കെ തന്നിരുന്നതും ഒക്കെ. കുഞ്ഞിനെ പ്രസവിച്ച് 3-ാം മാസമായപ്പോൾ അവൻ ഒന്നുകൂടെ പോലെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. എന്തായിരുന്നു എന്നോട് തോന്നി, അവർക്ക് തോന്നിയ അടുപ്പവും സ്നേഹവും എനിക്ക് ഇന്ന് മനസ്സിലാകത്തില്ല. കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഷൊർണൂർ ചെല്ലുമ്പോഴാണ് പറയുന്നത് അമ്മ ഇല്ല അവിടെ എന്നുള്ളവർ പറയുന്നത്. കണ്ണന് ഇവരെയൊക്കെ കണ്ടിട്ട് കുറേ കാലമായി. ആ ഒരു അറിയാൻ വഴിയില്ല. ഞങ്ങൾ കേട്ടോ ഉണ്ടോ, ഓർമ്മയുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഞാൻ ഒത്തിരി കാലത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് എനിവേ ഇങ്ങനെ ഓരോരുത്തരെ കണ്ട് ഞാൻ ഓർമ്മ പങ്കുവെച്ചു കൊടുത്തിരിക്കും. അപ്പോൾ എവിടെ വെച്ച് നിർത്തുക, കുറേ പേരോട് സംസാരിക്കാൻ. എല്ലാവരുടെയും പ്രോത്സാഹനം വേണം കേട്ടോ. എനിക്ക് മാത്രമല്ല എൻ്റെ മോക്കും. ഓൾ ദ ബെസ്റ്റ്. അഭിലാഷനും ആരതിക്കും എല്ലാവർക്കും വിപിൻ ഈ ടീമിലുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. നന്നാവട്ടെ, എല്ലാം കൊണ്ട് നന്നാവട്ടെ. ഈ പ്രൊഡക്ഷൻ ഹൗസ് നല്ല നല്ല സിനിമകൾ എടുക്കുന്ന നല്ലൊരു ഒരു എന്താ പറയുക ഒരു പ്രസ്ഥാനമായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത്രയും പറഞ്ഞിട്ട് ചേച്ചി ഒരു കാര്യം പറഞ്ഞില്ല. ചേച്ചി ഞങ്ങളുടെ കൂടെ കോപ്രൊഡക്ഷൻ ഉണ്ട്, അത് മാത്രം പറയരുത്. ഇപ്പൊ കേട്ടല്ലോ, ആരെങ്കിലും പറഞ്ഞ പോലെ. അപ്പൊ ഇപ്പൊ പറഞ്ഞു കേട്ടല്ലോ, ഞാനും അതിന്റെ കൂടെ ഞാനും. താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്. വേദിയിൽ തന്നെ നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു ഫോർ ദ ലാൻഡ് ലൈറ്റ്. അടുത്തതായി വേദിയിലേക്ക് തെളിയിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഉർവശിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ ഉർവശി എൻ്റെ അമ്മയെ കുറിച്ച് ഓർക്കേണ്ട കാര്യം. ഞാൻ പലയിടത്തും എൻ്റെ അമ്മമാരെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തി. അപ്പൊ എനിക്കൊന്ന് മനസ്സിലായി, പലരും ഇപ്പോഴും എൻ്റെ അമ്മയെ ആ ഒരു രീതിയിൽ ഓർക്കുന്നു. കാരണം ഷി വാസ് എ ഗ്രേറ്റ് ലേഡി. അപ്പൊ അങ്ങനെയുള്ള ആ അമ്മമാർക്ക് റെസ്പെക്ട് കൊടുക്കുന്ന ഉർവശിയുള്ള ആളുകൾ നമ്മളെല്ലാവരും. ഇവിടെ ഞാൻ ഇന്ന് കണ്ടത് ഇതുപോലൊരു ലോഞ്ച് അഭിലാഷ് ചെയ്യുമ്പോൾ അഭിലാഷിന്റെ അമ്മയും അതുപോലെ തന്നെയുള്ള അമ്മമാരെയും വെച്ച് വിളക്ക് കൊളുത്തിക്കൊണ്ട് ഞങ്ങളെല്ലാം അവിടെ ഇരുത്തിക്കൊണ്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫീലിംഗ് ഫോർ മീ. അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിന്റെ അച്ഛനെയും ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അപ്പം അച്ഛനും അമ്മയ്ക്കും അത്രയധികം റെസ്പെക്ട് കൊടുത്തു. പത്തനംതിട്ടയിൽ നിന്ന് കയറി പോരുന്ന സമയത്ത് ആശങ്കാകുലനായിരുന്ന ആ പിതാവ്
ഇന്നിവിടെ വന്നിരിക്കുകയാണ് പ്രീവിയർ സ്റ്റേജ്. എൻ്റെ മകൻ അത്ര കമ്പനി ലോഞ്ച് ചെയ്യുന്നു. ദാറ്റ് ടു ടുഡേ ഈസ് എ ഫാദേഴ്സ് ഡേ ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഗിഫ്റ്റ് ഫോർ യുവർ ഫാദർ. അച്ഛനൊരു ഗിഫ്റ്റ് ആയിരിക്കും അത് അഭിലാഷിൻ്റെ സൈഡിൽ നിന്ന്. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നീ ഒരു ഗുരുത്വമുള്ള മോനാണ്. പിന്നെ അഭിലാഷിനെ കുറിച്ച് ഒരു വാക്ക്, സച്ച് എ ഹാർഡ് വർക്കിംഗ്. ഞാൻ പലപ്പോഴും കഥ പറയാൻ വേണ്ടിയിട്ട് ഇവൻ എൻ്റെ പിറകിൽ നടക്കുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരും പോയി കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരിക്കലും ബോറടിക്കില്ല. അത് രാവിലെ തൊട്ട് ഈവനിങ് വരെ പല ആളുകളോടും കഥ പറഞ്ഞ് he has become a seasoned writer, and God bless you, all the best, and I wish all the best to this company. God bless you all. Thank you so much. God bless. താങ്ക് യു വിജയ് രവി സർ. തീർച്ചയായിട്ടും അമ്മമാരോടൊപ്പം തന്നെ ഇന്ന് ലോകമെമ്പാട് ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ എല്ലാ പിതാക്കന്മാർക്കും ഹൃദയം നിറഞ്ഞൊരു ഫാദേഴ്സ് ഡേ കൂടെ വിഷ് ചെയ്തുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ആൻഡ് വുഡ് ലൈക്ക് ടു വെൽക്കം പത്മകുമാർ സാറിനോട് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യുന്നു. നിൽക്കുന്നത് എൻ്റെ കൺമുന്നിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്നവരാണ്. എൻ്റെ തോളോട് ചേർന്ന് മലയാള സിനിമയിൽ നടന്നവരാണ്. ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് നടന്നു കയറി പോകുന്നത് എൻ്റെ കൺമുന്നിൽ കാണുകയാണ്. അതിൻ്റെ അനൽപമായ സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ പുറകിൽ ഏട്ടൻ പറഞ്ഞ പോലെ അഭിലാഷിൻ്റെ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഗുരുത്വവും പിന്നെ അഭിലാഷിന്റെ സൗഹൃദങ്ങളും തന്നെയാണ് എൻ്റെ പുറകുള്ള കരുത്ത് എന്ന് പറയുന്നത്. ഇത്രയും വലിയ സൗഹൃദമായുള്ള ഈ സൗഹൃദം ഇത്രയും മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ആ സൗഹൃദം തന്നെയാണ് അഭിലാഷ് ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിലും പ്രത്യേകം പോകുന്നത്. തീർച്ചയായും അഭിലാഷിന്റെ അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അതേ സമീപമായി തന്നെ സംഭവിക്കട്ടെ. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ അഭിലാഷിനെ സർവേഷൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. താങ്ക് യു. ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ മനസ്സിൽ കേൾക്കൂടിയ ആനന്ദാഷ്. ഞാൻ ആനന്ദ് ശ്രീ ബാലാന സിനിമ കണ്ടപ്പോൾ അതിൽ ഇമോഷണലി ടച്ച് ചെയ്ത കുറേ സീനുകളുണ്ടായിരുന്നു. അപ്പം വിനയ സാറിന് വരാനാണ് പടം സംവിധാനം ചെയ്ത് വിനയ സാറിനായിട്ട് ഞങ്ങളുടെ സൗഹൃദത്തിലാണ്. വിനയ സാറിനെ വിളിച്ചു. ഞാൻ ആദ്യം അഭിലാഷിൻ്റെ നമ്പർ ചോദിച്ചു. അങ്ങനെ അഭിലാഷിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഞാൻ സന്തോഷവും ആ സിനിമ കണ്ടപ്പോൾ ഉണ്ടായ ഫീലിങ്സും ഷെയർ ചെയ്തു. പിന്നീടാണ് ഓർമ്മ വന്നത് അഭിലാഷിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് പടം കണ്ടില്ല. കാണാൻ എൻ്റെ സിനിമകളുടെ തിരക്കിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാളികപ്പുറം ഞാനത് ഒരു യാത്രയിൽ എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് ട്രെയിനകത്തിരുന്ന് കാണുകയും അവസാനം കണ്ണു നിറഞ്ഞ് കൂടെ ഇരിക്കുന്ന ആൾക്കാർ കാണാതിരിക്കാൻ ഞാൻ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയി ചെയ്തു. വീട്ടിലെത്തി ഉടനെ ഞാൻ അഭിലാഷം വിളിച്ചു. ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അഭിലാഷിൻ്റെ കൂട്ടുകാരുടെയും സംരംഭത്തിന് എൻ്റെ ആശംസകൾ നേരുന്നു. ഇത് ഇന്ന് ഈ ഫംഗ്ഷനിൽ പങ്കെടുത്താൽ ഒരു ക്യാരക്ടറല്ല, ഒത്തിരി ക്യാരക്ടർ കിട്ടും. കാരണം ഒന്നിലധികം സിനിമകളുടെ തുടക്കമാണ്. അതുകൊണ്ട് മനസ്സിൽ കൂടുതൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷവും അതുപോലെ അഭിമാനമുള്ളൊരു ദിവസമാണ്. ഞാനെപ്പോഴും അറിയാറുണ്ട് അഭിലാഷിനെ കീഴിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉടനെ തന്നെ തുടങ്ങുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം അഭിലാഷിൻ്റെ ഈ ഒരു യാത്രയ്ക്ക് ഇതിൻ്റെ എല്ലാത്തിനെയും ഉയർന്ന് പിന്നിലും അതുപോലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക അഭിലാഷിൻ്റെ ചേട്ടനായിരിക്കും. അഭിലാഷിൻ്റെ ചേട്ടൻ്റെ അനുഗ്രഹമാണ് അഭിലാഷിന് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ വരെ എത്തി നിൽക്കുന്ന തരത്തിലേക്ക്. അഭിലാഷിൻ്റെ ആദ്യത്തെ സിനിമ കടാവറാണ്. കടാവറിലേക്ക് സ്വന്തം ജീവിതം എത്തിച്ചു ചേർത്തിട്ടാണ് അഭിലാഷിൻ്റെ ചേട്ടൻ പോകുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ അഭിലാഷിൻ്റെ ചേട്ടൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെയും ചേരുന്നതാണ് ഈ പ്രൊഡക്ഷൻ കമ്പനി. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഉയരങ്ങളെത്താൻ ഈ പ്രൊഡക്ഷൻ കമ്പനിക്ക് പറ്റുമെന്ന് ഞാൻ ആത്മാർത്ഥമായി തന്നെ വിശ്വസിക്കുകയാണ്. അഭിലാഷിൻ്റെ സിനിമകൾക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതേറെ പ്രിയപ്പെട്ട ആളാണ് അഭിലാഷ്. ഞാൻ എൻ്റെ എല്ലാ സിനിമകളും എഴുതുന്നത് ചോറ്റാനിക്കര അമ്പലത്തിലാണ്. അമ്മേനാണ് എനിക്ക് എല്ലാ ശക്തി തന്നിട്ടുള്ളത്.
പക്ഷെ സിനിമയിൽ എനിക്ക് ഇന്ന് എവിടെ ചെന്നാലും ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ മാളികപ്പുറത്തിന്റെ എഴുത്തുകാരൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ലോഗോയിൽ അയ്യപ്പനെ ഞാൻ വെച്ചത്. അപ്പോൾ അയ്യപ്പൻ കൂടെ ഉണ്ടാവുന്ന വിശ്വാസമാണ് മുന്നോട്ടുള്ള സിനിമകൾ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം വലിയ സന്തോഷമുണ്ട്. ഒപ്പം ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ തുടങ്ങാൻ പോകുമ്പോൾ എനിക്ക് ധൈര്യം തന്ന, ഞാൻ കൂടെ നിൽക്കാം, ധൈര്യമായിട്ട് നമുക്കൊരു പ്രൊഡക്ഷൻ കൂടി തുടങ്ങാമെന്ന് പറഞ്ഞ് എന്നെ ധൈര്യം തന്ന ഒരാളാണ് അംജിത്ത് ക. അപ്പം അംജിത്ത് കയുടെ പ്രൊഡക്ഷൻ ഹൗസും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും അംജിത്ത് ക ഈ വേദിയിൽ എൻ്റെ ഒപ്പം നിൽക്കണം. ഈ ഒരു ലോഞ്ച് സമയമാണ് അംജിത്ത് കയെ വിളിക്കുകയാണ്. അദ്ദേഹം നിർമ്മിച്ച സിനിമയാണ് തേരി മേരി. അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇന്നോട് നടക്കും. ആ സിനിമയുടെ സംവിധായികയായിരുന്നു ആരതി. അപ്പം ആരതി ഞങ്ങളുടെ സുമതികുളം എന്ന സിനിമയിലും ഞങ്ങളുടെ ഡയറക്ഷൻ ടീമിൻ്റെ സ്ക്രിപ്റ്റ് ടീമിൻ്റെ ഭാഗമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഒരു കഥ ആലോചിച്ച് ഉർവശി ചേച്ചിയോട് കഥ പറയാൻ പോകുമ്പോൾ ഉർവശി ചേച്ചിയോട് ആദ്യം ഞാൻ ചോദിക്കുന്നത്, ചേച്ചി ഇങ്ങനെ ഒരു സംവിധായകമുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെട്ടാൽ നിൽക്കുമ്പോഴാണ് ചേച്ചി ചെന്നൈ വരാൻ പറയുന്നതും പരിചയപ്പെടുന്നതും. അങ്ങനെ ഒരു 2-3 സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ സിനിമ ഉറപ്പിക്കുന്നു. മുകേഷിനെ കാണുന്നു. ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെ ആ സിനിമ ഓണാക്കുകയാണ് ചെയ്തത്. അപ്പം അതിനൊപ്പം കൂടെ നിന്ന ആളാണ് അംജിത്ത് ക. അപ്പം അംജിത്ത് കയ്ക്ക് പറയാനുള്ളത് പറഞ്ഞു. എന്നിട്ട് നമുക്ക് അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമയുടെ സംവിധായകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ടൈറ്റിൽ അനൗൺസ്മെന്റ് മുന്നേ വരും. ആരതിയാണ്. ഓരോ ഓപ്ഷനും പറയാം. അവൻ ടീമിനെ നോക്കി DJ വിളിച്ചതാണ്. അവൻ്റെ ഒരു കാര്യം ഉറപ്പ് തരാം, ഞാൻ അത്ര നല്ലൊരു എഴുത്തുകാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അത്ര ഒരു എഴുത്തുകാരനെ ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നേക്കാൾ ഒരുപടി മുകളിൽ വരുന്ന ഒരു എഴുത്തുകാരനാണ് ബിബിൻ. തീർച്ചയായിട്ടും മലയാള സിനിമയിലൊക്കെ ഒരു പ്രോമിസിംഗ് ചെറുപ്പനാളത്തായിട്ടാണ് ബിബിൻ വരുന്നത്. അപ്പം ബിബിനെ ഞാൻ നിർമ്മിക്കുന്ന സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം ഞാൻ അതെങ്കിലും ഞാൻ ചെയ്തു കൊടുത്തത് എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഇതായി. കാരണം എൻ്റെ ഒപ്പം അങ്ങനെ നിന്നാണ്, എൻ്റെ ഓരോ താഴ്ചയിലും ഉയർച്ചയിലും എൻ്റെ ഒപ്പം ചേർന്ന് നിന്നതാണ് ബിബിൻ. പിന്നെ ഇതിന്റെ ഭാഗമെന്നല്ല, എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ എല്ലാ സിനിമകളുടെയും ഭാഗമായി, എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളുണ്ട്. ഈ സിനിമയുടെ സംഗീത സംവിധായകനാവാൻ പോകുന്നത് രഞ്ജിൻ രാജ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ചടങ്ങിലേക്ക് എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ചത് അഭിലാഷാണ്. അഭിലാഷിന്റെ എത്ര വർഷമായി നമ്മൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ സജീവമായിട്ട് അഭിലാഷിന്റെ ഒരു ഒട്ടുമിക്ക സിനിമകളുടെ ചർച്ചകളിലും അതിന്റെ എല്ലാ വിവരങ്ങളും ഞാനും അറിയാറുണ്ട്. എൻ്റെ അടുത്ത് പല കഥകൾ പറയാറുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു സിനിമ ചെയ്യാനായിട്ട് കുറെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പല വഴിക്ക് മാറിപ്പോകാറുണ്ട്. ഇപ്പോൾ വേറൊരു ചർച്ച നടക്കുന്നുണ്ട്, അതെല്ലാം ഭംഗിയായിട്ട് നടക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അഭിലാഷിന്റെ സിനിമയോടുള്ള ഇഷ്ടവും സിനിമ ചെയ്യാനുള്ള ആഗ്രഹവും ഒക്കെ തുടക്കം തൊട്ട് കണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അഭിലാഷിന്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് ഇന്നിവിടെ പൂർണ്ണമാവുന്നല്ല, അതിനൊരു തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാനും സാക്ഷിയാവാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും. ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാനും ഒരുപാട് പേരുടെ സിനിമാ സ്വപ്നങ്ങൾ സഫലമാവാൻ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ നിമിത്തമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അഭിലാഷനും ഒപ്പം ഈ സിനിമയിൽ ആദ്യത്തെ പ്രൊഡക്ഷൻ വെഞ്ചറിൽ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും. ഇന്ന് ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന, മനസ്സുകൊണ്ട് ആരാധിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരുടെ ഒപ്പം ഈ ചടങ്ങിൽ സ്റ്റേജിയൊക്കെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ട് അന്തം വിട്ട് അത്ഭുതപ്പെട്ട് ആരാധിച്ച് ബഹുമാനിച്ച് വന്നിരുന്നൊരു വലിയ മഹാനടിയാണ്. ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ് ഉർവശി ചേച്ചി. ഉർവശി ചേച്ചിയുടെ അടുത്ത് നിൽക്കുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും ഒരു അമ്പരപ്പാണ്. എന്താണ് ഞാനിങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ഉർവശി ചേച്ചിയുടെ ഒപ്പം ഈ ഒരു സദസ്സിലെങ്കിലും ഇരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മുകേഷ്, ഇന്ദ്രൻസൻ, ഒരുപാട് പേര് എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തിൽ ഈ ഒരു നല്ല ചടങ്ങിന് സാക്ഷിയാവാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു. ചേച്ചി, താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഈ നിങ്ങൾ ഒരുമിച്ചത് കഥ പറയുന്നത് മനുഷ്യച്ചതാണ്. കടാവറ എന്നുള്ള സിനിമ ആദ്യം മലയാളത്തിൽ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ആ സമയത്ത് മലയാള സിനിമയെ ത്രില്ലറിന് അത്ര നല്ല സമയമല്ലായിരുന്നു. അതുകൊണ്ട് മഞ്ജുചേച്ചിയൊക്കെ ഉപദേശിച്ചു, നീ ഇത് തമിഴിൽ പോയി ചെയ്യുന്നതാണ്. അത് രാക്ഷസനൊക്കെ ഇവിടെ വലിയ ഹിറ്റായിരുന്ന സമയമായിരുന്നു. അങ്ങനെ ചേച്ചിയാണ് എന്നെ ഇവിടെ മുന്തി തള്ളി
തമിഴിലേക്ക് വിടുന്നത്. തിരിച്ച് ഞാൻ വീണ്ടും വന്നു, വീണ്ടും ഡേറ്റ് ചോദിച്ചു. ചേച്ചി ഡേറ്റ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സിനിമകൾ ഇങ്ങനെ മാറുമ്പോഴാണ് തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം സ്വിച്ച് ഓൺ. അപ്പോൾ എല്ലാവരുടെ അനുഭവത്തോടെ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ സിനിമയുടെ ടൈറ്റിൽ ഇവിടെ റിവീൽ ചെയ്യാണ്. ചേച്ചി അതിന്റെ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് ലൈറ്റ്സ് ഒന്ന് ഓഫ് ചെയ്യും. കാര്യം എന്ന് പറയുന്നത് അഭിലാഷ് പിള്ളൈ എന്ന വ്യക്തിയുടെ ആത്മബന്ധത്തെക്കുറിച്ചും സിനിമയോടുള്ള അഭിനയത്തെക്കുറിച്ചുമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അഭിലാഷിനെ ആദ്യം കാണുമ്പോൾ അഭിലാഷിന്റെ അടുത്ത് ആദ്യം ചോദിച്ചാൽ തെലുങ്കിൽ ഒരു കഥ പറയാൻ നല്ല വഴിയുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഓൾറെഡി കഥാവറും ലൈബ്രറിയൊക്കെ ചെയ്തു കഴിഞ്ഞ മനുഷ്യനാണ്. അത് പറഞ്ഞു പോയപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ, ഞാൻ അത്രയും പ്രോമിനന്റ് ആയിട്ട് മലയാള സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളടുത്ത് ഞാനൊരു ചാൻസ് ചോദിച്ചില്ലല്ലോ. തെലുങ്കിൽ വെറുതെ തുടക്കം കുറിച്ച് എൻ്റെ അടുത്ത് കൂടി ചോദിച്ചു തെലുങ്കിൽ കഥ പറയാൻ വല്ല അവസരമുണ്ടോ. അത് എനിക്കൊരു ഐ ഓപ്പണറായിരുന്നു. ഇന്നും ആ അഭിലാഷ് പിള്ളയ്ക്ക് ഒരു മാറ്റവുമില്ല എന്നുള്ളതാണ് ആ കാര്യത്തിൽ, ആ ഒരു അഭിനയത്തിൽ, ആ ഒരു ഹങ്കർ. ആകെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്കറിയുന്ന തെലുങ്കിലെയും തമിഴിലെയും ഡയറക്ടേഴ്സ് അഭിലാഷിന്റെ കഥ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി കേരളത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് അഭിലാഷ് പിള്ളയെ മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചാൻസ് ചോദിക്കുന്നവർക്ക് ചാൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായി അഭിലാഷ് പിള്ളയെ മാറി എന്നുള്ളതാണ്. ഒരു ചെറിയ ഗ്രോത്ത് അല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ഈ സിനിമയുടെ ക്രെഡിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി ഒരു 15 ആൾക്കാരുടെ പേരുണ്ട്. ഇനിയും ഒരു 25 ആൾക്കാരുടെ പേര് അതിൽ കേൾക്കണമെന്ന് അഭിലാഷ് പിള്ളയ്ക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട്. സ്ക്രിപ്റ്റിന്റെ പരിമിതി കൊണ്ടാണ് അത് അദ്ദേഹം ചെയ്യാത്തത്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. കൂടെ ഉള്ളവരെ കൂടെ കൂട്ടി എല്ലാവർക്കും അവസരം കൊടുത്ത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ് പിള്ളൈ. പ്രൊഡക്ഷൻസിന് എല്ലാവരും ആശംസകൾ നേരുന്നു. അഭിലാഷിന്റെ വിജയം എന്ന് പറയുന്നത് അഭിലാഷ് നന്നാവുക എന്നുള്ളത് അഭിലാഷ് ആഗ്രഹിക്കുന്നതിനേക്കാൾ അഭിലാഷിന്റെ ചുറ്റും നിൽക്കുന്നവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അഭിലാഷ് പിള്ളൈ. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗ്രോത്ത് എന്ന് പറയുന്നത് അതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതാണ്. ഈ ഒരു അഭിലാഷ് പിള്ളൈ പ്രൊഡക്ഷൻസിന്റെ ഏറ്റവും ആദ്യത്തെ വെഞ്ചറിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ കഥ പോലും കേൾക്കാതെ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാഗമാവാമെന്നുള്ളതാണ്. കാരണം ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ടീമിന്റെ ഭാഗമാവാമെന്നത് വലിയൊരു ഭാഗ്യമാണ്. താങ്ക് യു സോ മച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ. അതിൽ ഉർവശി ചേച്ചിയെ പോലെ ഒരാളും ആ പ്രൊഡക്ഷനിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അതിമധുരമാണ്. അഭിലാഷിന്റെ കൂടെ തന്നെ കട്ടയ്ക്കുന്ന അഭിലാഷിലൂടെ ഞാൻ പരിചയപ്പെട്ടതാണ് ആരാധീനെയും ബിബിനെയും. അവർക്കും സിനിമയോടുള്ള പാഷൻ എന്താണെന്ന് അറിയാം. എന്തായാലും ഒരുപാട് സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കൂട്ടായ്മയായിരിക്കും ഇത് എന്നുള്ളത് ഉറപ്പ് നൽകുന്നു. ഒരു ഗംഭീര എന്റർടൈനർ ആയിരിക്കും എന്നുള്ളത് ഉറപ്പ് നൽകുന്നു. താങ്ക് യു. ആരതിയും ബിബിനും പോയി കഥ പറഞ്ഞു. കഥ പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു ചേട്ടാ കൊള്ളാം, രസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സ്ക്രിപ്റ്റ് പിന്നെ വായിക്കാമെന്ന് പറഞ്ഞു. 2 ദിവസം ഞാൻ പറ്റിച്ചു. 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു ചേട്ടാ സ്ക്രിപ്റ്റ് വായിച്ചില്ല. ഞങ്ങൾ പൂജയാണ് 15-ാം തീയതി സ്ക്രിപ്റ്റ് വായിക്കണം നിർബന്ധമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു അല്ല കുഴപ്പമില്ല വിഷയം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒറ്റ ഡയലോഗ് പറഞ്ഞു, ചേട്ടാ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ 2 സിനിമയെ ചെയ്തിട്ടുള്ളൂ. അതിലൊന്ന് മഹേഷിന്റെ പ്രതികാരവും മറ്റൊന്ന് ഡയമണ്ട് നെക്ലസ്. ഞാൻ ഈ 2 കൂടെ ബോധർഷമായിട്ട് ഈ സിനിമയുടെ തിരക്കഥ എനിക്ക് ഞാൻ വായിക്കാൻ തരില്ല, ഉറപ്പായിട്ട് ഈ തിരക്കഥ വായിക്കാതെ ഈ സിനിമ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. താങ്ക് യു. ഒരുപാട് സന്തോഷത്തിൽ വിളിക്കുന്നത്. കാരണം ഒരേ സമയത്ത് ഇത്രയും വലിയ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതെന്ന് വലിയ ഭാഗ്യം. പിന്നെ ഒരു മാസത്തിന് മുമ്പാണ് അല്ല 2 ആഴ്ച മുമ്പ് ചേച്ചിയുടെ വീട്ടിൽ വന്നു. 1 മാസം അതെ. അന്ന് കണ്ടു, സംസാരിച്ചു. അപ്പം എന്താ പറയുക, നമ്മൾ കുഞ്ഞുനാൾ മുതൽ കണ്ട് വളർന്ന ഒരാളുടെ മുമ്പിൽ പോയി ആദ്യമേ കാണുമ്പോൾ നെർവസ് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ 5.5 മണിക്കൂറിന് മറ്റോ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു ആ സമയത്ത്. ഈ പറയുന്ന പ്രശസ്ത വ്യക്തികളോട് അഭിനയിക്കാൻ ഇതുവരെയായിട്ടും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. അപ്പൊ ഈ സിനിമയിലൂടെ എനിക്ക് സാധിച്ചത് ഒരുപാട് സന്തോഷം. പിന്നെ ഈ സിനിമയുടെ കഥ എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ആരതി വിളിച്ചിട്ട് പറഞ്ഞു റോളുണ്ട്, നിന്നോട് ഞാൻ ചോദിച്ചിരുന്നില്ല, എന്റെ പേര് കൊടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു ശരി. അല്ല റോള് അതൊന്നും ആരും അറിയേണ്ട ആവശ്യമൊന്നുമില്ല, വന്നാൽ സ്ക്രിപ്റ്റായിട്ട് അഭിനയിക്കാം. അപ്പൊ അത്രയും ഫ്രീഡവും സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ ഫസ്റ്റ് ലേഡി ഡയറക്ടറിന്റെ മൂവിയാണ് തേടി വേണ്ടി. അപ്പൊ എന്തായാലും അഭിലാഷ് ചേട്ടാ ഒരുപാട് സന്തോഷം. പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉർവശി ചേച്ചി, മണി ചേച്ചി നിങ്ങളുടെ കൂടെ വേണ്ടി പങ്കിടാൻ സാധിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം. അപ്പോൾ എല്ലാവരും എല്ലാ സക്സസ്ഫുള്ളും എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ഇതുപോലെ IMI ഹൗസിൽ 2023 സെപ്റ്റംബർ 15-ാം തീയതി ഞങ്ങളുടെ പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് നടന്ന തേടി വേണ്ടി. ഇന്ന് അതിന്റെ ട്രെയിലർ ലോഞ്ച് ഇവിടെ നടക്കാൻ പോവാണ്.
അപ്പോൾ അന്ന് ഗസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ആദ്യമായിട്ടൊരു വേദി ഫേസ് ചെയ്യാൻ പോവുകയാണ്, പിന്നെ ആർട്ടിസ്റ്റുകൾ വരുമോ, അങ്ങനെ കുറേ കൺഫ്യൂഷൻസിൽ ഇരുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്ട്രോങ് പില്ലറായി നിൽക്കുന്ന എൻ്റെ അഭിലാഷേട്ടൻ പുള്ളിയാണ് ഈ സിനിമയിൽ സംഭവിക്കാനുള്ള കാരണം. അന്ന് തന്നെ വാക്ക് പുള്ളി വരെയും മാറ്റിയിട്ടില്ല. കാരണം അന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്, ഇവരെല്ലാവരും എൻ്റെ കൂടെയുണ്ട്, ഇവരെല്ലാവരും എനിക്ക് തന്നത് അഭിലാഷേട്ടനാണ്. ഇന്ന് ഇവരെല്ലാം എൻ്റെ ഫാമിലിയാണ്. ഈ ക്രൂവിൽ ഉള്ള എല്ലാവരും എൻ്റെ ഫാമിലിയാണ്. അതിലേക്കൊക്കെയുള്ള അവസരം തന്ന അംജി സാറിന് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഈ സിനിമ നിങ്ങൾക്ക് എന്തായാലും ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ ആയിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഉർവശി ചേച്ചിയോടാണ്. ചേച്ചിയോട് ഈ കഥ പറഞ്ഞു. ചേച്ചിയുമായിട്ട് ഞങ്ങളൊരു 3-4 സിറ്റിംഗ് ഞങ്ങൾ ചെന്നൈയിൽ വീട്ടിലിരുന്നു. വളരെ എന്താ പറയുക, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഉർവശി ചേച്ചിയുടെ അടുത്ത് പോയിരുന്നു കഥ പറഞ്ഞ് എങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷെ ചേച്ചി ഞങ്ങളെ കംഫർട്ടബിൾ ആക്കി. ഞങ്ങൾ രാവിലെ തുടങ്ങി 7-8 മണിക്കൂർ ഞങ്ങളുടെ ചർച്ചകൾ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഏറ്റവും വലിയ ധൈര്യമാണ്. കാരണം എപ്പോഴും എന്താവശ്യത്തിനും ഒരു കോൾ വിളിച്ച ചേച്ചി ഇപ്പുറത്തുണ്ട്. അതെൻ്റെ ഏറ്റവും വലിയ ധൈര്യമാണ്. പിന്നെ ബിബിൻ, അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എൻ്റെ സഹോദരൻ. അപ്പോൾ അവന് സിനിമ വളരെയധികം ഒരു പാഷനാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു ചുവടുവയ്പ്പ്. പിന്നെ എനിക്ക് കൂടുതൽ ഒരാളെ കൂടി പറയാനുണ്ട് കേട്ടോ, നമ്മുടെ ശിവൻ ചേട്ടൻ, ഉർവശി ചേച്ചിയുടെ ഹസ്ബൻഡ് ശിവൻ ചേട്ടൻ. ശരിക്കും പറഞ്ഞാൽ ശിവൻ ചേട്ടൻ ഈ കഥയെല്ലാം കേട്ടതിന് ശേഷം എന്നെ ഇങ്ങനെ എന്താ പറയുക, ഡെയിലി കുറേ വീഡിയോസൊക്കെ മീൻസ് ഞങ്ങൾ ചെല്ലുമ്പോൾ കുഞ്ഞാറ്റ ചെയ്ത റീൽസൊക്കെ ഞങ്ങൾ കാണിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു ശിവൻ ചേട്ടൻ. ശരിക്കും അവിടെ നിന്നാണ് എനിക്ക് ഒരു തോട്ട് ഉണ്ടാവുകയും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തത് കുഞ്ഞാറ്റയും കൂടി ഈ പടത്തിലുണ്ടെങ്കിൽ നന്നാവും. സോ ശിവൻ ചേട്ടാ, താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ പിന്നെ രഞ്ജൻ ചേട്ടൻ, ഒന്നുമില്ല, ഞാൻ പറഞ്ഞു രഞ്ജൻ ചേട്ടാ എനിക്കിങ്ങനെ പടത്തിൽ മ്യൂസിക് ചെയ്ത് തരും. അതിനെന്താണ്, എനിക്ക് നമ്മുടെ ഫാമിലി അല്ലേ. ഇന്നലെ രാത്രി പുള്ളിക്കാരൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ 5-6 മണി വരെ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തു. പിന്നെ സൈഡ് ചേട്ടൻ, എനിക്ക് എല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല കാരണം എല്ലാവരും എൻ്റെ ഫാമിലിയാണ്. പിന്നെ താങ്ക് യു മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചിയുടെ കൂടെ ഇങ്ങനെ ഒരു രീതി ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. പിന്നെ അച്ഛ, ഞാൻ എന്തായാലും എല്ലാവരും പറഞ്ഞ പോലെ ഒന്നും ആവാതെ പോയിട്ടില്ല. അതിന് അച്ഛൻ അഭിമാനിക്കാം കുറച്ചൊക്കെ. കാരണം എല്ലാവരും പറയും സിനിമയെന്ന് പറഞ്ഞാൽ നടക്കുക ഒന്നും ആവാൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് ഇന്ന് ഈ വേദിയിൽ ഞാൻ എൻ്റെ അച്ഛനെ പ്രൗഡാക്കിയെന്ന് എനിക്ക് തീർത്തും പറയാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച്. അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നു. എന്നാലും എനിക്ക് ഒരുപാട് പേർ നന്ദി പറയാനുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് എടുത്തെടുത്ത് പറയുന്നില്ല. എൻ്റെ സിനിമയിലേക്കുള്ള വഴിയിൽ എന്നെ സഹായിച്ച, എൻ്റെ ഒപ്പം നിന്ന് സഹകരിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് അഭിലാഷനോട് നന്ദിയിലൂടെ എൻ്റെ സ്നേഹമാണ് ഞാൻ അറിയിക്കുന്നത്. ഒരു കെട്ടിപ്പിടിച്ചൊരു സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഈ സിനിമ ഇറങ്ങി ഇത് വിജയിക്കുന്ന ദിവസം ഞാൻ വലിയ രഹസ്യം പറയും. അത് ഇവന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് വലിയ രഹസ്യം അറിയും. ഞാൻ പറയില്ല. ഇപ്പൊ പറയണ്ട, ഇവിടുത്തെ പലർക്കും അറിയാം. പക്ഷെ ആരും രഹസ്യം വിട്ടു പോയത് എൻ്റെ അച്ഛനും കൂടെ ഉണ്ടോ ആ രഹസ്യം ഞാൻ ഇവിടെ റിവീൽ ചെയ്യുന്നില്ല. ഒരു ചേച്ചിക്ക് ഒരു വലിയ താങ്ക്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്ക് ചേച്ചിനെ വിളിക്കുമ്പോൾ ചേച്ചി എന്ത് ചെയ്യുക, അപ്പോൾ പഴങ്കഞ്ഞി കുടിക്കുമെന്ന് പറയും. അപ്പോൾ ആദ്യമായിട്ടോടെങ്കിലും പഴങ്കഞ്ഞി കുടിക്കും സൂപ്പർ സ്റ്റാറിന്. അപ്പോൾ ചോദിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ സൂപ്പർ സ്റ്റാർ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നല്ലേ എന്നൊരു സാധാരണക്കാരിയെ പോലെ നമ്മൾ സംസാരിക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയോടൊരു ബിഗ് താങ്ക്സ് ഉണ്ട്. പിന്നെ കൂട്ടത്തിൽ എല്ലാവരോടും താങ്ക്സ്. ഈ ഇവിടെ വന്ന് നിൽക്കാൻ എന്നെ സഹായിച്ചതിന് അത്രയുള്ളൂ. ഒരുപാട് സന്തോഷം. ഞാൻ എന്താ പ്രത്യേകിച്ച് പറയാം, എനിക്ക് ഏറ്റവും അഭിമാനമുള്ള നിമിഷമാണിത്. എൻ്റെ ലൈഫിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെന്റ്സ്. കാരണം 2018 തൊട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഞങ്ങളുടെ സിനിമകളിലൂടെ പ്രൂവ് ചെയ്താണ് ഞാൻ അഭിലാഷായിട്ടുള്ള ബന്ധം. ഞങ്ങൾ 7 സിനിമകളായി ഇപ്പോൾ ഒരുമിച്ച്. കടാവറുകൾ തുടങ്ങുന്ന സമയത്ത് അഭിലാഷിൻ്റെ എന്താ പറയുക, സ്ക്രിപ്റ്റ് പറയാനും ഡയറക്ടേഴ്സിനെ വിളിക്കാനൊക്കെയുള്ള സ്പേസ് എൻ്റെ സ്റ്റുഡിയോ ആണ്. അവിടെ വന്ന് അവന് ഇരിക്കാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇരുന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ ഒരു മനുഷ്യന് ഇത്രയധികം ഫോൺ കോൾസ് ചെയ്യാനും ഒരു കോൾ പോലും മിസ് ചെയ്യാതെ എടുക്കാനും പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, എനിക്ക് പരിചയമുള്ള ഏത് സംവിധായകനെ പറഞ്ഞാലും ആ സംവിധായകരോടെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംവിധായകൻ എന്താ മെഷീനാണോ എന്ന് വിചാരിക്കുകയായിരുന്നു. പിന്നെ ആ ബന്ധം വളർന്ന് ഇത്രയധികം
ഇമോഷണൽ ആളിയ സൂപ്പർ. ഫസ്റ്റ് പ്രൊഡക്ഷൻ അതിൻ്റെ ചെറിയ കാര്യമല്ല, ഒട്ടും ചെറിയ കാര്യമല്ല. അവൻ്റെ 7 വർഷത്തെ എൻ്റെ വരവ് കണ്ട മനുഷ്യൻ എനിക്ക് അഭിമാനത്തോടെ തോന്നി. ഇവിടെ ആരെക്കാട്ടിലും ഫസ്റ്റ് തൊട്ട് സ്ക്രാച്ച് തൊട്ട് കണ്ട ആളാണ് ഞാൻ.